ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രസ് പാക്കിംഗ് വീഡിയോ ആണ്. വേറെ ഒന്നുമില്ല, ഞാൻ നാളെ ചേച്ചിയുടെ എടുത്തിട്ട് പോകണം. ചേച്ചിയുടെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പം ഞാനും മാത്രമല്ല, അമ്മയുണ്ട്. നാളെ മോർണിംഗാണ് പോകുന്നത്. അപ്പോൾ ഡ്രസ്സ് മടക്കി വെച്ച സമയത്ത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ അങ്ങനെ ലോങ് വീഡിയോ ഇടാറില്ലായിരുന്നു. ഷോർട്സൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടാതെ ഇരുന്നത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു കണ്ടൻറ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ജീൻസ് ടോപ്പൊക്കെ മടക്കി വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും, ഇതെന്ത് ടോപ്പ് മാത്രമേ ഉള്ളൂ, ഇതിന് പാൻറ്റ് ഇല്ലേ എന്നുള്ളത്. ബാഗിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻറ്റും ബാക്കി ടോപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ടോപ്പും അതിൻ്റെ കൂടെ ഒരു പാൻറ്റും കൂടെ ഉണ്ട്, ഒരു ബ്ലൂ പാൻറ്റും കൂടെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കറണ്ട് പോയി. അപ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കി. അത് കഴിഞ്ഞിട്ട് കറണ്ട് വന്നിട്ടാണ് ബാക്കി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചുരിദാറും കൂടെ വെച്ചിട്ടുണ്ട്. സൺഡേ ആണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ സൺഡേ പള്ളിയിൽ പോകണമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചുരിദാറൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ സാധാരണ ചുരിദാറൊന്നും എടുക്കാറില്ലാത്തതാണ്. പള്ളിയിൽ പോയാലും ജീൻസൊക്കെ ആണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ മടക്കി വെച്ച ഡ്രസ്സെല്ലാം കൂടെ കവറിനകത്തോട്ടാക്കണം. അപ്പോൾ 2 കവറിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നൈറ്റ് ഡ്രസ്സ് സെപ്പറേറ്റ് ആയിട്ട്, നല്ല ഡ്രസ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പം നൈറ്റ് ഡ്രസ്സ് പുതിയ നൈറ്റ് ഡ്രസ്സാട്ടോ, 2 ജോഡി എടുത്തിരിക്കുന്നത്, പുതിയതാണത്. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ 2 കവറിലാക്കി പാക്ക് ചെയ്ത് മാറ്റി വെച്ച്. ഇനി അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് സെറ്റ്. അതൊരിക്കലും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ആദ്യം മസ്കാര എടുത്ത് വെച്ചു. രണ്ടാമത് പോക്കറ്റ് പെർഫ്യൂമാണ് എടുത്ത് വെച്ചത്. അപ്പോൾ കൊണ്ടു നടക്കാൻ എളുപ്പം അതാണല്ലോ, അല്ലെങ്കിൽ അതിൻ്റേതായ ബോട്ടിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും. ഇതെന്ന് പറയുമ്പോൾ ആ കവറിനകത്ത് തന്നെ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അതെടുത്ത് വെച്ചു. അടുത്തതെന്ന് പറയുന്നത് ഐലൈനറാണ്. അത് ഡാസ്ലറിൻ്റെ തന്നെയാണ്. മസ്കാരയും ഡാസ്ലറിൻ്റെയാണ്. പിന്നെ ഇത് കണ്ണെഴുതുന്നത്, അപ്പോൾ അത് ഇതിൻ്റെയൊന്നും ഞാൻ ഓർക്കുന്നില്ല, ക്ലിയർ ആവുന്നുമില്ല കേട്ടോ. അപ്പോൾ അതും എടുത്ത് വെച്ചു. ഇതൊക്കെ എൻ്റെ മെയിൻ സാധനങ്ങളായിരുന്നു കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഐബ്രോ എണ്ണ. അത് ഡാസ്ലറിൻ്റെ ആണ്. ഞാൻ ഏകദേശം എല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ഡാസ്ലറിൻ്റെയാണ്. അടുത്തത് ലിപ്സ്റ്റിക്കാണ്. അതും ഡാസ്ലറിൻ്റെ തന്നെയാണ്. എൻ്റെ ഫേവറേറ്റ് കളറാണത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് റെക്സോണയുടെ റോളറാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പോവും. ഞാൻ ഇത് തുടക്കം മുതൽ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് പൗഡറാണ്. അത് പോൺസിൻ്റെ പൗഡറാണ്. അപ്പോൾ തന്നെ ജസ്റ്റ് ഒരു ചുരിദാർ എടുത്തിട്ടുള്ളത് കൊണ്ട് കല്ല് വെച്ച് ഒരു പൊട്ട്, പിന്നെ സാധാ ബ്ലാക്ക് കളറിൽ ചെറിയൊരു പൊട്ടും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എന്നും യൂസ് ചെയ്യാറുള്ളതാണ്. എവിടെ പോയാലും ഞാൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ലിബാം എടുത്തിട്ടുണ്ട്. അത് സ്ട്രോബെറിയുടെ എന്തോ ആണെന്ന് തോന്നുന്നു, ലിബാം. അതുപോലെ തന്നെ കോമ്പ്. ഇതൊക്കെ ആ ഒരു ചെറിയ കവറിനകത്ത് തന്നെ ഞാൻ കൊള്ളിച്ചിട്ടു. അതുപോലെ തന്നെ നമ്മൾ തലയിൽ ബാൻഡും സ്ലൈഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ആ ഒരു കവറും പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.